കിടക്കുന്ന ഷെയ്ഖുന എഴുന്നേറ്റിരുന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മാംസം എന്റെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന്റെ പരിഹാരമായി അവിടുന്ന് പറയുന്നു, ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മൂപ്പര് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് പള്ള നിറച്ച് നല്ല പോത്തിറച്ചി കഴിച്ചിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആ രോഗമുണ്ടായിട്ടില്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും സഞ്ചരിച്ച് മഹാനായ ഷെയ്ഖ് സി.എം. വലിയുള്ളാഹിയുടെ കറാമത്തുകൾ അന്വേഷിക്കുമ്പോൾ ഇന്നും ആയിരങ്ങൾ വിളിച്ചു പറയും. മിനിഞ്ഞാന്ന് ഞാൻ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തെയ്യാല എന്ന പ്രദേശത്ത് ചെന്നു. അപ്പൊ സി.എം. വലിയുള്ളാഹിയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്ത്രീ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ കറാമത്ത് അനുഭവിച്ച ആളാണ്. അതെന്താ അനുഭവിച്ചത്? എനിക്ക് വയറിന് അസുഖമുണ്ടായി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർബന്ധിപ്പിച്ചു. മഹാനായ ഷെയ്ഖ് സി.എം. വലിയുള്ളാഹിയെ ചെന്ന് കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളും. ഇത് എത്ര ആളുകളായി പറയണത്? നമ്മൾ 1, 2, 100, 10,000 അല്ല. എന്റെ നാടിന്റെ തെന്നല പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വയറിന് ക്യാൻസർ പിടിച്ചു. വയറിന് ക്യാൻസർ പിടിച്ചു. ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാര് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയില്ല അബൂബക്കർ ഹാജി മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ദർസ് നടത്തിയ മുദരിസും കൂടിയാണ്, കുഞ്ഞാവാക്കന്റെ ഒക്കെ ജ്യേഷ്ഠൻ അബൂബക്കർ ഹാജി. അങ്ങനെ അബൂബക്കർ ഹാജിയോട് പറഞ്ഞു, ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങൾ മാംസം കഴിക്കാൻ പാടില്ല, മാംസം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്നത്, മാംസം കഴിക്കാൻ പാടില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഷെയ്ഖ് സി.എം. വലിയുള്ളാഹിയുടെ അരികെ ചെന്നു. സി.എം. വലിയുള്ളാഹി പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളും. പക്ഷെ ഒരു ദിവസം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും അസഹനീയമായ വേദന. ഈ വേദന സഹിക്കാൻ കഴിയാതെ രാത്രിക്ക് രാത്രി വണ്ടി വിളിച്ച് കോഴിക്കോട്ടെ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറെ അർജന്റലി ഹോസ്പിറ്റലിലേക്ക് വരുത്തി. ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്യുകയല്ലാതെ മാർഗമില്ല, ഉടനെ ഷട്ടൻലി ചെയ്യുകയല്ലാതെ മാർഗമില്ല. നിർബന്ധത്തിന് വഴങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്തു. തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിയേറ്ററിൽ ചെന്ന് കിടന്നതിന് ശേഷം ഷെയ്ഖ് സി.എം. വലിയുള്ളാഹി ഓപ്പറേഷൻ വേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോയി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം എന്ന് കരുതി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി സി.എം. വലിയുള്ളാഹി താമസിക്കുന്ന വീട്ടിൽ ചെന്ന് മുകളിലിട്ട് കയറി, ഞാൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത്, ഓപ്പറേഷൻ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യണം. കിടക്കുന്ന ഷെയ്ഖുന എഴുന്നേറ്റിരുന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മാംസം എന്റെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന്റെ പരിഹാരമായി അവിടുന്ന് പറയുന്നു, ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മൂപ്പര് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് പള്ള നിറച്ച് നല്ല പോത്തിറച്ചി കഴിച്ചിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആ രോഗമുണ്ടായിട്ടില്ല. എത്ര അത്ഭുതങ്ങൾ!